ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ടൊക്കെ ആണെങ്കിലുണ്ടല്ലോ, നമ്മൾ കേട്ടിരിക്കുന്നത് വാഴപ്പഴം, അതുപോലെ മാമ്പഴം, ചക്കപ്പഴം, അങ്ങനെയുള്ള ചില പഴങ്ങളെക്കുറിച്ചൊക്കെയുള്ള വിവരമാണ് നമുക്കുണ്ടായിരുന്നത്. നമുക്കറിയാമായിരുന്നത് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം ഇന്നാണെങ്കിൽ എത്രയെല്ലാം വ്യത്യസ്ത ഇനം പഴങ്ങളാണ്. ഡ്രാഗൺ ഫ്രൂട്ട്, അതുപോലെ തന്നെ റംബുട്ടാന്, ലോങ്കന്, പുലാസന്, അങ്ങനെ പല പല ഫോറിൻ പേരുള്ള പഴങ്ങളാണ് ഇന്ന് നമ്മളൊക്കെ കേൾക്കുന്നത്. ഇതൊക്കെ തന്നെ, ഇത്തരത്തിലുള്ള പഴങ്ങളുടെ ചെടികളൊക്കെ തന്നെ നമ്മളും അതുപോലെ മറ്റുള്ളവരൊക്കെയും അവരവരുടെ വീടുകളിൽ വച്ചു പിടിപ്പിക്കാറുണ്ട്. കൂടുതൽ സ്ഥലമുള്ളവരാണെങ്കിൽ നല്ല അകത്തി വിശാലമായിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കും. എന്നെപ്പോലെ സ്ഥലം കുറവുള്ളവരും സ്ഥലമില്ലാത്തവരും ഒക്കെ ആണെങ്കിൽ ഗ്രോ ബാഗുകളിലോ പാത്രങ്ങളിലും ഒക്കെ ആയിട്ടാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. എന്നാൽ ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള ചെടികൾ, ഈ ഡ്രാഗൺ ഫ്രൂട്ടും അതുപോലെ തന്നെ റംബുട്ടാനുമൊക്കെ നല്ലോണം വളർന്ന് കായ്ച്ചു നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കും തോന്നാറുണ്ട് ഇതേപോലത്തെ ഒരെണ്ണം നമുക്കും വാങ്ങിച്ച് നട്ടുപിടിപ്പിക്കണമെന്ന്, അല്ലേ? അപ്പോൾ നമ്മൾ ഈ കാണുന്ന ചെടികൾ, അതായത് മാതൃസസ്യത്തിൻ്റേത് പോലെയുള്ള എല്ലാ ഗുണങ്ങളോടും കൂടിയ ചെടികൾ, തൈകൾ നമുക്ക് കിട്ടണമെങ്കിൽ അത് ലെയർ ചെയ്ത് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ലോങ്കൻ ചെടി കാണിക്കാവേ. ഇത് കണ്ടോ, ഇതാണ് എനിക്കിവിടെ ടെറസിൽ നിൽക്കുന്ന ലോങ്കൻ്റെ ചെടി. ഈ ലോങ്കൻ്റെ ചെടി എന്ന് പറഞ്ഞാൽ അത് ഇത്രയും പോലും വണ്ണമില്ലാത്തൊരു ചെറിയ കമ്പിൻ്റെ തൈ ഞാൻ വാങ്ങിച്ചു, ഒരു നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് വാങ്ങിച്ചു വെച്ചതാണ്. പക്ഷേ വളവിട്ട് നമ്മൾ നോക്കിയപ്പോൾ ഇത് 1-ാം കൊല്ലം തന്നെ, ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന വർഷം തന്നെ ഇത് നല്ല പോലെ ശാഖകൾ വന്നതിൽ നിറയെ കായകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് ഒരു കമ്പിന് ലെയർ ചെയ്ത് ഇതിൽ നിന്നൊരു തൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ, ഞാൻ കാണിക്കാം. ഇതാണേ ഞാൻ ആ കമ്പിൽ നിന്നും ലെയർ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത തൈ. ഞാനിത് ഇതുപോലെ വളർത്താനായിട്ട് ഇതിനകത്ത് വെച്ചിരിക്കുവാണേ. പക്ഷേ നമ്മുടെ ഈ തൈ ഈ പാത്രത്തിനകത്ത് തന്നെ നിന്നാലുണ്ടല്ലോ, ഇതിൻ്റെ വേരുകളെല്ലാം വളർന്ന് ഇതിനകത്ത് തിങ്ങി നിറയും. അപ്പോൾ ഇതിൻ്റെ വളർച്ച കുറയും, അതുപോലെ ഇതിലുണ്ടാകുന്ന കായ്ഫലവും കുറയും. ഇപ്പം തൈ എനിക്കൊന്ന് വേര് പിടിപ്പിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ ഈ കമ്പിൽ നിന്ന് മുറിച്ചെടുത്തപ്പം ഇതിനകത്തോട്ട് വെച്ചതാണ്. അപ്പോൾ വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിനെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി നടണം. അപ്പം വലിയ പാത്രത്തിലേക്ക് മാറ്റി നട്ടാലും എനിക്കിപ്പോൾ ഇതിനെ ഇനി ടെറസിൽ വളർത്താനുള്ളത്ര ഇട ഇവിടെ ഇല്ലേ, ഇട തീർന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പം നമുക്കിതിനെ താഴെ കൊണ്ടുപോയി വളർത്താം. ഇതാണ് ഞാൻ ലെയർ ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ചെടിയുടെ തയ്യേ. അപ്പോൾ നമുക്ക് ഇതൊരു പഴച്ചെടിയാണ്, ഇത് നമുക്ക് നട്ടു വളർത്തണം. എപ്പോഴും ഇതിനേക്കാൾ വലിയ പാത്രത്തിൽ വേണം നട്ടു വളർത്താൻ. അപ്പോൾ ഞാൻ ആ ചട്ടി കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഈ ചട്ടിക്കകത്താണ് ഞാൻ നട്ടു വളർത്തുന്നത്. ഏതേലും പഴച്ചെടി നടണം വിചാരിച്ച് ഞാൻ ഈ ചട്ടി കൊണ്ടുവന്ന് താഴെ വെച്ചതാണ്. അപ്പോൾ എൻ്റെ കൊച്ചി ചെറുക്കൻ മീൻ പിടിക്കാനായിട്ട് ചൂണ്ട ഉണ്ടാക്കാൻ പനങ്കമ്പെടുക്കും. അപ്പോൾ അതിൻ്റെ നീളത്തിന് മുറിച്ചെടുത്തിട്ട് ബാക്കി ഇതിനകത്ത് ഇട്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഞാനിത് മുറിച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ ചെടികൾക്കൊക്കെ താങ്ങ് കെട്ടിക്കൊടുക്കാം. അതിന് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ വാരി ഇട്ടിരുന്നതാണേ. അപ്പോൾ നമുക്കിതിനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിനകത്ത് വേണം നടാൻ. കണ്ടോ, നല്ല വലിപ്പമുള്ള പാത്രമാണ്. ഒരു പഴച്ചെടിക്ക് നല്ല സുഖമായിട്ട് വളരാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് വെള്ളം വാർന്നു പോകാൻ ആവശ്യമായിട്ടുള്ള ഹോൾസ് ഉണ്ടോ എന്ന് നോക്കുവാണേ. അപ്പോൾ നമുക്ക് ഈ ചട്ടിക്ക് നല്ലോണം ഹോൾസ് ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് മണ്ണിരിപ്പുണ്ട്, വെറുതെ ഇരുന്നപ്പോൾ മണ്ണ് അതിനകത്ത് വന്നാണേ. ഇത് കുടഞ്ഞിട്ടിട്ട് കാണിക്കാം. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഹോൾസാണ് കേട്ടോ. അയ്യോ, പൂ ചോദിച്ചപ്പോൾ പൂക്കാലം കൊടുത്ത പോലെ ഭയങ്കര ഹോൾസാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്തെങ്കിലും വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് മണ്ണിട്ടില്ലെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ മണ്ണ് ഈ ഹോളിൽ കൂടെ ഒഴുകിപ്പോവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ സാധാരണ ഓടിൻ്റെയോ ചുടുകട്ടയുടെയോ ഒക്കെ കഷ്ണങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരെണ്ണം കൊണ്ട് 2 അടയ്ക്കാമെന്ന് നോക്കിയപ്പം നടക്കത്തില്ലെന്ന് തോന്നുന്നു. അപ്പം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ വെച്ച്. അപ്പോൾ ഇനിയുണ്ട് കേട്ടോ, ഇവിടെ ഒരു ഹോളുണ്ട്. ഇതിപ്പോൾ ഏകദേശം അടഞ്ഞെന്ന് വിചാരിക്കാം. ഇതിൻ്റെ മുകളിൽ കൂടെ ചെറിയ കഷ്ണം വെക്കണം. അപ്പോൾ ഹോളെല്ലാം നമ്മൾ വെച്ചിട്ട് അടച്ചേ. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എനിക്ക് നിറയ്ക്കാൻ മണ്ണ് കുറവായതുകൊണ്ട് നമ്മൾ ചില സൂത്രപ്പണികൾ അവിടെ ചെയ്യുന്നത്. ഇത് കണ്ടോ, നമ്മൾ ചെടിയുടെ ചോട്ടിൽ നിന്നൊക്കെ പറിക്കുന്ന കളകളാണേ. അപ്പം ഞാൻ അതങ്ങോട്ട് അതുപടി ഇട്ട് കൊടുക്കും. അപ്പോൾ കുറേ ഭാഗത്തേക്കിന് കണ്ടോ, ഇത്രയും ഭാഗത്തേക്കിന് ഈ പച്ച നിറത്തിലുള്ള കളകൾ വരുന്നുണ്ട്. അപ്പോൾ കളകൾ നമ്മൾ ഇതുപോലെ ഇടുവാണെങ്കിൽ അതിനെന്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഞാൻ 2 വീഡിയോയ്ക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോഴും ഇടയ്ക്കൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ എന്നോട് ഈ കമൻറ്റുകൾ ചോദിക്കുന്നവരെപ്പോഴും ഓർത്തോണം, നമ്മൾ മിക്കവാറും എല്ലാത്തിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം നിങ്ങൾ മുഴുവനായും ഒക്കെ കാണാതെ വരുമ്പോഴാണ് ഇതേപോലെ എന്നോട് ചോദിക്കേണ്ടി വരുന്നത്. മിക്കവാറും ഉള്ളതൊക്കെ ഞാൻ ഇതിനു മുമ്പ് പറയാത്തതാണെങ്കിൽ ഞാൻ ചോദിക്കുമ്പോൾ അതിന് കമൻറ്റിന് റിപ്ലൈ ഇടാറുണ്ട്. അപ്പം ഞാൻ ഇതേപോലെ പച്ചിലകൾ ഇട്ടു.
അപ്പോൾ പച്ചിലകൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് ഉണങ്ങിയ ഇലകൾ ഇടുവേ. അപ്പോൾ ഇതേപോലെ കണ്ടോ, കുറച്ച് ഉണങ്ങിയ ഇല ഇടും. ഞാനിത് മിറ്റ അടിക്കുമ്പം വാരി വെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പം പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണങ്ങളും മുട്ടായിക്കടലാസും ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതങ്ങോട്ട് എടുത്ത് മാറ്റിയേക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇത്രയും ഉണങ്ങിയ ഇല ഇതിനകത്തോട്ടിട്ടിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് കുറച്ച് മണ്ണ് ഇതിൻ്റെ മുകളിലേക്ക് ഇടും. കുറച്ച് മണ്ണ് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കും. കണ്ടോ, നമ്മൾ ചെടി നടാൻ വേണ്ടി കൂട്ടി വെക്കുന്ന മണ്ണാണേ. ഡ്രെയിനേജ് ഹോളൊക്കെ അടയ്ക്കാനായിട്ട് ഓടും കഷ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് മണ്ണ് മാത്രം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കും. ഇനി നമ്മുടെ ചെടിയെ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇറക്കി വെക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു പൊട്ടിയൊക്കെ ചട്ടിയാണേ, വലിയ ഗുണമൊന്നുമുള്ള ചട്ടിയല്ല. ഇതുപോലെ നമ്മൾ ചുവട് പിടിപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്നതാണ്. ഇനി ഞാൻ ഇതിനകത്തുനിന്നൊന്ന് വലിച്ചെടുത്ത് നോക്കട്ടെ കിട്ടുമോയെന്ന്. ആദ്യം കണ്ടോ, നല്ല സുഖമായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മുടെ തന്നെ മണ്ണാണ്, മാറ്റുമൊന്നും വേണ്ട. ഈ ചെടി ഇതുപോലെ കമ്പേൽ വേര് പിടിപ്പിച്ചെടുത്തിട്ട് ഞാൻ ഇതുപോലെ നട്ടിരിക്കുന്നതാണ്. അപ്പം സെൻറ്റർ നോക്കി ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ വെച്ച് കൊടുക്കും. കണ്ടോ, ഇനി ഞാൻ ഇതിൻ്റെ ചുറ്റിലേക്കും ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ചാണകപ്പൊടിയാണേ. നമ്മൾ ഈ പഴച്ചെടികളൊക്കെ മാറ്റി നടുമ്പം എപ്പോഴും ഇതുപോലെ വളം കൊടുത്തിട്ട് വേണം. വളം എന്ന് പറഞ്ഞാൽ കമ്പോസ്റ്റ്, രാസവളങ്ങളൊന്നും ചേർക്കാൻ പാടില്ല. കമ്പോസ്റ്റുകൾ ചേർത്തിട്ട് വേണം നമ്മൾ നടാൻ. ഇത് ചുവട് പിടിപ്പിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ നട്ടു വയ്ക്കുന്നൊരു സമയമാണ്. അപ്പം ഞാൻ സൈഡിലേക്കും അതുപോലെ കണ്ടോ, ഈ ചാണകപ്പൊടി മുഴുവനും തന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. കണ്ടോ, അപ്പോൾ ഇവർക്ക് നല്ല ആരോഗ്യത്തോടെ വളരാനുള്ളത്ര തൈകളുണ്ട്. പിന്നെ നമ്മൾ ഈ പച്ചിലകളും ഉണങ്ങിയ ഇലകളും ഒക്കെ അല്ലേ ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒഴിച്ച് വരുമ്പം കുറേ അധികം ചുവട് താഴും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉയരത്തിൽ തന്നെ വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇതിൻ്റെ വേരൊക്കെ കണ്ടോ, നമ്മളിത് ലെയർ ചെയ്ത് വെച്ചിരിക്കുന്ന ചെടിയല്ലേ, വേരൊക്കെ അതേ മുകളിലോട്ട് വരുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ആ വേര് മൂടത്തക്ക രീതിയിൽ കുറച്ച് മണ്ണും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ദേ ഈ ചട്ടിക്കകത്തൊന്ന് കൊടുക്കാം. ഇത്രയും മതി, കുറച്ച് മാത്രം മണ്ണ്. അത് നമുക്കിതിൻ്റെ മുകളിലോട്ടൊന്ന് ഇതേപോലെ നിരത്തി കൊടുക്കാം. കണ്ടോ, അപ്പം നമ്മളുടെ ചെടിയുടെ ചുവട് പിടിപ്പിക്കൽ കഴിഞ്ഞു. ഇനി നമ്മളിതിൻ്റെ ചുവട്ടിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുവേ. അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴത്തെ ഗുണം എന്നാണെന്നറിയാം, നമ്മൾ ഈ കരിയിലയുടെയും പച്ചിലയുടെയൊക്കെ മേളിലോട്ടല്ലേ മണ്ണിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം എയർ ഹോളുകളൊക്കെ വരുവേ. ആ ഹോളുകളൊക്കെ അടഞ്ഞ്, അതായത് മണ്ണായ ഇലകളുടെ ഇടയിലേക്കൊക്കെ ഇറങ്ങി പോവുക ചെയ്യുന്നത്. അപ്പം വീണ്ടും കുറച്ചും കൂടെയൊക്കെ ഇട വരും. അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത്. എയർ പോക്കറ്റ് എന്നാണ് നമ്മളതിന് ശരിക്കും പറയുന്നത്. എന്നിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇനി എന്തെങ്കിലും ഉണങ്ങിയ ഇല ഉപയോഗിച്ചിട്ട് പുത കൊടുക്കുവാണേ. ഇതിപ്പം വാഴക്കച്ചിയാണേ, നമുക്ക് കിട്ടുന്നത് എന്നാണോ അതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വാഴക്കച്ചിയോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഉപയോഗിച്ച് പുത കൊടുത്താലത്തെ ഗുണമൊക്കെ ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളതാണേ. ഒന്നാമത്തെ കാര്യം, കള വളരത്തില്ല. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചെടിയുടെ ചുവട്ടിൽ നനവും തണുപ്പും നിലനിൽക്കും. നമ്മളിപ്പോൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഒക്കെ ഇത്രയും വലിയ ചെടിയാണ്, ഇത്രയും മണ്ണുള്ളതാണ്. അപ്പം വലിയ വാട്ടമൊന്നും വരാതിരിക്കും. എത്ര കൂടിയ വെയിലടിച്ചാലും ഒന്നും ചെടിക്ക് ക്ഷീണം വരത്തില്ല. കണ്ടോ, അപ്പോൾ ഇതുപോലെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇനിയത്തെ നമ്മുടെ പണി എന്നാണെന്നറിയോ, ഇതൊരു പഴച്ചെടിയാണല്ലോ, നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് നമുക്കിതിനെ മാറ്റി വയ്ക്കണം. അപ്പം ഞാനിതിനെ മാറ്റി വെക്കുന്നത് എങ്ങോട്ടാണെന്നറിയോ, ദേ ഇവിടേക്ക് തന്നെ വെക്കുവാണേ. ദേ ഈ വരുന്ന സ്ഥലം കണ്ടോ, ഇവിടെ നല്ല സൂര്യപ്രകാശം കിട്ടും. അപ്പോൾ അവിടേക്ക് ഞാനൊരു 2 കട്ട വെച്ചിട്ടാണ് വെക്കുന്നത്. ഇനി അതിലോട്ട് ഞാൻ ഈ ചെടിയെ എടുത്ത് വെക്കും. കണ്ടോ, ഇനി അവൻ ഇവിടെ നിന്ന് വളർന്നോളും. വളർന്ന് നിറയെ പൂവും കായും ആകുമ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ നട്ടു വെച്ചിരിക്കുന്ന നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു സാധനമുണ്ടേ, നമുക്ക് നല്ല ഇഷ്ടം തോന്നിക്കുന്ന, നമുക്ക് സന്തോഷം തരുന്ന ഒരു കാഴ്ചയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. എൻ്റെ കൂടെ പോരെ, വാ. ഇത് കണ്ടോ, റംബുട്ടാൻ നല്ല പഴുത്ത് കിടക്കുവാണേ. ഈ വർഷത്തെ അവസാനത്തെ വിളവെടുക്കാനായിട്ടുള്ളതാണ്. ദേ നമ്മൾ പറയുവേ, കടലാടുക എന്ന് പറയും അവസാനത്തെ വിളവെടുക്കുന്ന. അവസാനം പറിക്കുന്നവരുടെ കൈ അനുസരിച്ചാണ്, കൈയുടെ ഭാഗ്യം അനുസരിച്ചാണ് അടുത്ത വർഷം മരത്തേൽ ഇല കാണാതെ കായ്കളുണ്ടാകുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരെണ്ണം പൊട്ടിച്ചിട്ട് തിന്ന് നോക്കാവേ. പഴുത്തിട്ടുണ്ടോ എന്നറിയത്തില്ല. ഓ, ഞെക്കിയിട്ട് കൂട്ടുന്നില്ല, നല്ല ആയുധം. അവസാനത്തേതായപ്പോൾ എന്തേ അത്രയ്ക്ക് വലിപ്പമൊന്നുമില്ല. നമുക്ക് വേറൊരെണ്ണം കൂടെ പറിച്ച് നോക്കാം.
സൂപ്പറാ. ഇത് കണ്ടോ, കണ്ടോ, സൂപ്പർ സാധനം. ഇനി കുറച്ചെണ്ണം കൂടെ ഉള്ളൂ. നമുക്കിത് പറിച്ച് എല്ലാവർക്കും കൊടുക്കണം. അടുത്ത വർഷം നമ്മളിപ്പോൾ നട്ടുപിടിപ്പിച്ച ചെടിയെ ലോങ്കൻ ഉണ്ടാകും. അപ്പം ഞാൻ കാണിച്ചു തരാവേ. നമ്മുടെ ടെറസ് കഴിഞ്ഞ വർഷം തന്നെ ലോങ്കൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് മുഴുവനും മരപ്പട്ടി കൊണ്ടുപോയി. നല്ല സൂപ്പർ സാധനമാണേ. ഈ റംബുട്ടാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കണ്ടോ, കുരു ഒരു ശകലവേ കാണുള്ളൂ. ഈസി ആയിട്ട് ആ കുരുവേന്ന് വിട്ടുപോരും. ഇത് ഇച്ചിരി പഴുക്കാനും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ആ കുരുവിൻ്റെ വലിപ്പം കണ്ടോ, ഇതുപോലെ ചെറുതാണ്. നല്ല മധുരമുണ്ട്. നമ്മുടെ ക്യാമറാമാൻ ഇത് കണ്ട് കൊതിയാടുന്നുണ്ടോ, അവന് ചെലം കൊടുത്തേക്കാം. ഇന്നിപ്പം ഞാൻ കാണിച്ചു തന്നില്ലേ, അതേപോലെ തന്നെ നമുക്ക് നഴ്സറികളിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്ന തൈയും വെച്ച് പിടിപ്പിക്കാൻ പറ്റുമേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.